പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതിക്കൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടും പ്രൊഫഷണൽ സമീപത്തോടും കൂടി പൊതുരംഗത്ത് സജീവമായ ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിലുള്ള തൻ്റെ വൈദഗ്ധ്യം നയരൂപീകരണത്തിലും പാർലമെന്റിലെ ഇടപെടലുകളിലും പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ തെരുവുകളിൽ നിന്ന് തുടങ്ങി രാജ്യസഭയുടെ അത്യുന്നത തലങ്ങളിൽ വരെ എത്തിയ ഈ യുവ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിലെ പുത്തൻ പരീക്ഷണങ്ങളുടെ സാക്ഷ്യപത്രം കൂടിയാണ്. ന്യൂഡൽഹിയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ 1988 നവംബർ 11 രാഘവ് ചദ്ദ ജനിച്ചത്. ഡൽഹിയിലെ മോഡേൺ സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് CA പൂർത്തിയാക്കി. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നുള്ള ഉന്നത പഠനവും അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ അടിത്തറ ശക്തമാക്കി. ഡെലോയിറ്റ്, ഗ്രാൻഡ് തോണ്ടൻ തുടങ്ങിയ ലോകപ്രശസ്ത അക്കൗണ്ടൻസി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ചദ്ദയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരാൻ പ്രചോദനമായത് ഇന്ത്യ എഗനസ്റ്റ് കറപ്ഷൻ എന്ന പ്രസ്ഥാനമാണ്. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ കാലത്ത് അരവിന്ദ് കെജ്രിവാളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രാഘവ് ചദ്ദയുടെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിൻ്റെ ആശയവിനിമയ പാടവമാണ്. പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ വക്താവായി മാറിയ അദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിൽ പാർട്ടിയുടെ നയങ്ങൾ യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്നതിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. 2015 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP വൻ വിജയം നേടിയപ്പോൾ വെറും 26-ാം വയസ്സിൽ പാർട്ടിയുടെ ദേശീയ ട്രഷററായി അദ്ദേഹം നിയമിതനായി. ഇത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള അറിവിനെ പാർട്ടി എത്രത്തോളം വിലമതിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ ഡൽഹിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയം നേരിടേണ്ടി വന്നു. എങ്കിലും ഈ പരാജയത്തിൽ തളരാതെ 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീന്ദർ നഗറിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിലെത്തി. ഡൽഹി ജൽ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഡൽഹിയിലെ ജനങ്ങൾക്ക് 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ യമുനാ നദി ശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതികൾക്കും പിന്നിൽ രാഘവ് ചദ്ദയുടെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായം 2022 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായിരുന്നു. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഇൻചാർജ് എന്ന നിലയിൽ ചദ്ദ നടത്തിയ തന്ത്രപരമായ നീക്കങ്ങളാണ് കോൺഗ്രസിനെയും അകാലിദളിനെയും നിഷ്പ്രഭമാക്കി AAPക്ക് 117-ൽ 92 സീറ്റുകൾ നേടിക്കൊടുത്തത്. ഈ ചരിത്ര വിജയത്തിന് പിന്നാലെ 33-ാം വയസ്സിൽ പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറുകയായിരുന്നു. പാർലമെന്റിനകത്ത് രാഘവ് ചദ്ദ ഉയർത്തുന്ന വിഷയങ്ങൾ പലപ്പോഴും സാധാരണക്കാരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ളവയാണ്. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം പഠനാർഹമായ സ്ഥിതിവിവരണ കണക്കുകൾ നിരത്തിയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. മധ്യവർഗ ജനതയുടെ നികുതി ഭാരം, മൊബൈൽ ഡേറ്റയുടെ വാലിഡിറ്റി പ്രശ്നങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസിലെ GST തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും ജനങ്ങൾ നൽകേണ്ടി വരുന്ന നികുതിയെക്കുറിച്ചും 28 ദിവസത്തെ റീചാർജ് എന്ന പേരിൽ ടെലികോം കമ്പനികൾ നടത്തുന്ന അഴിമതിയെക്കുറിച്ചും അദ്ദേഹം ഉയർത്തിയ ശബ്ദം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ബാങ്ക് മിനിമം ബാലൻസ് പിഴകൾ, ഭക്ഷണത്തിലെ മായം ചേർക്കൽ, വിമാന ടിക്കറ്റ് നിരക്കിലെ കുതിച്ചുചാട്ടം തുടങ്ങിയവയും അദ്ദേഹം രാജ്യസഭയിൽ സജീവമായി ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ പിതൃത്വ അവധി, അതായത് പെറ്റേണിറ്റി ലീവ് നിയമപരമാക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആധുനിക കാഴ്ചപ്പാടുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യയും സ്വകാര്യതയും സംബന്ധിച്ച വിഷയങ്ങളിലും ചദ്ദ പുലർത്തുന്ന ജാഗ്രത ശ്രദ്ധേയമാണ്. സോഷ്യൽ മീഡിയ, കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ, സ്വകാര്യ ഡേറ്റ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കൃത്യമായ നയരൂപീകരണം വേണമെന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഡെലിവറി തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തിയത് ശ്രദ്ധേയമായിരുന്നു. സാധാരണക്കാരെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന താൽപ്പര്യം ഒരു ജനകീയ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. എങ്കിലും ഏത് രാഷ്ട്രീയ ജീവിതത്തിലും തിരിച്ചടികൾ സ്വാഭാവികമാണ്. 2026 ഏപ്രിലിൽ ആം ആദ്മി പാർട്ടി അദ്ദേഹത്തെ രാജ്യസഭയിലെ ഉപനേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. പഞ്ചാബ് MP ആയ അശോക് മിത്തലിനെയാണ് ഈ സ്ഥാനത്തേക്ക് പാർട്ടി പകരം നിയോഗിച്ചത്.
പാർട്ടിയുടെ പ്രധാന പരിപാടികളിൽ നിന്നുള്ള ചദ്ദയുടെ വിട്ടുനിൽക്കലും ചില സെൻസിറ്റീവ് വിഷയങ്ങളിൽ അദ്ദേഹം പുലർത്തിയ മൗനവുമാണ് ഈ നടപടിക്ക് പിന്നിലെന്നാണ് സൂചനകൾ. ഇതിന് പിന്നാലെ രാഘവ് ചദ്ദ BJPയിലേക്ക് ചേക്കേറുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ശക്തമായി പ്രചരിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാണെന്ന സൂചനകൾക്കിടയിൽ BJP നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. രാജീവ് ചദ്ദയുടെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ഒരു പ്രൊഫഷണൽ എന്ന നിലയിലുള്ള തൻ്റെ കഴിവും ജനകീയ വിഷയങ്ങളിലുള്ള തൻ്റെ ധാരണയും ഒരുപോലെ സംയോജിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സ്വന്തം പാർട്ടിക്കുള്ളിലെ വിശ്വാസ്യത നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അദ്ദേഹം AAPയിൽ തന്നെ തുടരുമോ അതോ പുതിയ രാഷ്ട്രീയ മേച്ചിൽപ്പുറങ്ങൾ തേടുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തുതന്നെയായാലും ഇന്ത്യൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ യുവത്വത്തിൻ്റെ പ്രസരിപ്പും പ്രൊഫഷണൽ മികവും അടയാളപ്പെടുത്തിയ നേതാവായി രാജീവ് ചദ്ദ നിലകൊള്ളുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമനിർമ്മാണ സഭകളിൽ അവതരിപ്പിക്കുന്നതിനും നയരൂപീകരണത്തിൽ ആധുനികമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നതിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്സാരമല്ല. രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകൾക്കിടയിലും കൃത്യമായ നിലപാടുകളുള്ള ഒരു യുവശബ്ദം എന്ന നിലയിൽ രാഘവ് ചദ്ദയുടെ ഓരോ ചുവടും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഇനിയും ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.